في موكب كنت فيه صاحب العالم مولاي صل وسلم. കാഴ്ച വസ്തുവായി തിരുമുള്ള കാഴ്ചയായി 50 വഖത്ത് നമസ്കാരം ഹബീബിന് നൽകി. ആ നമസ്കാരം ഉപേക്ഷിച്ചവരുടെ ശിക്ഷ ആ രംഗത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 50 വഖത്ത് നമസ്കാരം നൽകി. ആ നമസ്കാരവുമായി മടങ്ങി സയ്യിദുനാ മൂസ. അപ്പോൾ പറഞ്ഞു എനിക്കും എന്റെ സമുദായത്തിലും അള്ളാഹ് ആകെ നിർബന്ധിച്ചത് നിസ്കാരം. എന്നിട്ടും ഉമ്മത്തി എന്റെ ഉമ്മത്തിലേക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഉമ്മത്തിക്ക് അത് ചെയ്ത് വീട്ടാൻ കഴിയൂല. അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് പറയൂന്ന തിരിച്ചുപോയി. ഹബീബായ റസൂലുള്ളാഹി മടങ്ങിപ്പോയി അള്ളാഹുവിന്റെ അരികിൽ പോയി വീണ്ടും പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തന്റെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ച് നിർത്തുന്നില്ല. അള്ളാഹു തആല ചുരുക്കി കൊടുത്തു. പല തവണ അള്ളാഹുവിന്റെയും മൂസ നബിയുടെയും ഇടയിൽ നടന്നു. അവസാനം എത്രയാക്കി? ഉറക്കെ പറ, എത്രയാക്കി? 5 ആക്കി. ആ മടങ്ങി വന്നപ്പോഴും പറഞ്ഞു ഇല്ല, ഒന്നും കൂടി മടങ്ങണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ലജ്ജയാണ്, ഇനി ഞാൻ മടങ്ങൂല എന്ന് പറഞ്ഞു സയ്യിദുനാ മുഹമ്മദുൻ. അപ്പോൾ പിന്നെ ഫലത്തിൽ എത്രയാക്കി? ഒന്ന് ഇവിടെ നിങ്ങളൊന്ന് ബുദ്ധിൻ്റെ തലേക്ക് എൻ്റെ അടുത്തേക്ക് ബുദ്ധി ഒന്ന് തന്നാൽ ഞാനിവിടെ വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രയാണ് നിസ്കാരം ഫർളാക്കിയത്? ആദ്യം 50, പിന്നെ ചെയ്യിപ്പിച്ചത് എത്രയാ? അപ്പം നമ്മളെ കൊണ്ട് 5 ചെയ്യിപ്പിക്കുമെന്ന് ആർക്കറിയാം? നേരത്തെ 50 കൊടുക്കാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ മുഹമ്മദ് നബി വാശി പിടിച്ചപ്പോൾ അങ്ങനെ 5 ആക്കി. അങ്ങനെയാണോ? മുഹമ്മദ് നബി വന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? ഞാൻ 50 ഉദ്ദേശിച്ചതാണ്, പിന്നെ അതവിടെ കുറച്ചു. അങ്ങനെയാണോ? അള്ളാഹ് എത്രയേ ഉദ്ദേശിച്ചുള്ളൂ? ഒന്ന് പറ. 5. പിന്നെ എന്തിനാ 50 ആക്കിയത്? ഈ ഉമ്മത്തിൻ്റെ അമല് പഠിപ്പിച്ചതാ. ഈ ഉമ്മത്തിൻ്റെ ഉജൂർ സവാബ് പഠിപ്പിച്ചതാ. ഒരു അമലിന് 10 കൂലിയ. 5 വഖ്ത് നിസ്കാരത്തിന് 50 കൂലിയ. അതിനാണ് 50 ഫർളാക്കിയത്. അതുകൊണ്ടാണ് ചേകനൂര് പൊട്ടിയതും. ചേകനൂരിന് ഈ നിയമം വെച്ചാൽ എത്രയാകൂ? 30 ആകും. ഫർളാക്കിയത് എത്രയാ? 50. ചെയ്യിപ്പിച്ചത് എത്രയാ? 10. ചെയ്യിപ്പിച്ചത് 5. അതിനിടയിൽ നിയമം കൊണ്ടുവന്നു. എന്താ നിയമം? ഒരു അമലിന് 10 കൂലിയ. അപ്പോൾ 5 വഖത്തിന്. അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് എത്ര തന്നെയാ? 50. ഫലത്തിൽ നമ്മൾ നിസ്കരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ നിസ്കരിക്കുന്നത് 5, ഫലത്തിൽ നിസ്കരിക്കുന്നത് 50 എന്തുകൊണ്ട്? ഒന്നിന് 10 കൂലിയാണ്. അതുകൊണ്ട് 5ന് 50 കൂലിയ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യ. അതാണ് ഞാൻ പറഞ്ഞ ചേകനൂർ പരാജയപ്പെടും. എന്തുകൊണ്ട്? ചേകനൂരൻ ഭാഷയില് നമസ്കാരം 3 ആണെങ്കിൽ ഈ നിയമം തന്നെ വെച്ചാലും എവിടേക്ക് എത്തൂല? നിർബന്ധാക്കരുതെത്തില്ല. എത്രയാവുള്ളൂ? 30 ആവുള്ളൂ. മുസ്തഫ റസൂലുള്ളാഹി മടങ്ങി 5 വഖ്ത് നമസ്കാരവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ വന്നു. ഫലം യുസല്ലി തിൽക സുബ്ഹ. പ്രധാനപ്പെട്ട അഭിപ്രായം, അന്ന് സുബ്ഹ നമസ്കരിച്ചില്ല. ലിഅദമിൽ ഇൽമി ബി കൈഫിയതിഹ. അതൊരു പുതിയ നമസ്കാരമാണ്. അത് അല്ലാഹു അന്ന് അറിയിച്ചു കൊടുത്തില്ല. നമസ്കാരമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതിന്റെ വിവരം, അതിന്റെ വിധം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫലമ്മാ ആന വഖ്തുൽ ളുഹ്രി നസല മലക് റൂഹുൽ അമീൻ ജിബ്രായീൽ. ളുഹ്റിന്റെ നേരമായപ്പോൾ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ ഇറങ്ങി. ഫഅമ്മലി റസൂലില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിക്ക് ഇമാമായി നമസ്കരിച്ചു സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ നമസ്കാരത്തിന്റെ ഈ ഭൂമിയിലെ, ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന ഈ നമസ്കാരത്തിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ഇമാമ് ആരാണ്? സയ്യിദുനാ ജിബ്രീൽ. സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹു തആല ആ ഒരു പ്രത്യേകത, ഈ കൊണ്ടുപോയതിനൊരു സവാബായി ആ ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. ഈ ഉമ്മത്തിന് ആദ്യത്തെ ഇമാമ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് മടങ്ങി വന്നു. വലിയ പുരുഷാരത്തെ മുന്നിൽ നിർത്തിയിട്ട് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി നിങ്ങൾ ചിന്തിക്കണം. ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി, എവിടുന്ന് ഞാൻ ആകാശത്ത് പോയി എന്ന് മടങ്ങി വന്നു എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോൾ പുതു മുസ്ലിമീങ്ങൾ കാഫറായി. ഈ സംഭവം അറിഞ്ഞപ്പോൾ
13 ആളുകൾ ആ ദിവസം കാഫിറായി. ആ സംഭവത്തിൽ 13 മുസ്ലിമീങ്ങൾ കാഫിറായി, പുതുവിശ്വാസികൾ. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് മനസ്സിലാക്കാം റസൂലുള്ള പറഞ്ഞത് എന്തല്ല, സ്വപ്നമല്ല. കാരണം സ്വപ്നമാണെങ്കിൽ അതിൻ്റെ പേരിൽ കാഫിറാകേണ്ടയില്ല. കാരണം ആകാശമോ ബൈത്തുൽ മുഖദ്ദസോ ഒരാൾക്ക് സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെട്ട കാര്യമേ അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വന്ന് പറഞ്ഞപ്പോൾ 13 ആളുകൾ ഫർതദ്ദ 13 മിൻ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി 13 ആളുകൾ പുറത്തു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാക്കണം. ഒരു സംഘം ആളുകൾ റസൂലുള്ളാഹിനെ വന്നിട്ട് ചോദ്യം ചെയ്തു, മുഹമ്മദെ സിഫ് അനിൽ ഖുദ്സി, ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നല്ലാതെ ബൈത്തുൽ മുഖദ്ദസിനെ വിശദീകരിച്ച് വർണ്ണിക്കാൻ ഞാനത് കണ്ടു പഠിച്ചിട്ടില്ലല്ലോ. അവരെന്നോട് നിർബന്ധിച്ചു അത് പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്വഹീഹുൽ ബുഖാരി ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ പുറം കഅബാലയത്തിന്റെ ചുമരിലേക്ക് കൊണ്ട് ഇങ്ങനെ ചാരി വെച്ചു. ഞാനിങ്ങനെ ചാരി നിന്നു. എന്നിട്ട് പറഞ്ഞു, സലൂനി സലൂനി, നിന്നോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അവരെന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടുമിരുന്നു. ആ നേരത്ത് ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കുകയാ. ഞാൻ കഅബാലയത്തിന്റെ അടുത്ത് നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങനെ നോക്കി. 1 മാസത്തെ വഴിദൂരത്തിന് അപ്പുറത്തേക്ക് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസത്തെ വഴിദൂരത്തിന് അപ്പുറത്തേക്ക് നോക്കിയിട്ട് മറുപടി അങ്ങനെ കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഘം ആളുകൾ സിദ്ദീഖിന്റെ അടുത്ത് പോയി. സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ യഖൂലു സാഹിബുക ഉരിജ ബിഹി ഇലസ്സമായി, നിന്റെ സാഹിബ് പറയുന്നുണ്ട് ഇന്നലെ രാത്രി ആകാശത്ത് കയറി. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ ആള് പറയുന്നുണ്ട് ഇന്നലെ രാത്രി ആകാശത്ത് പോയി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസദ്ദിഖുഹു, ഞാനിത് വാസ്തവമാക്കും. ഇന്നഹു ലസാദിഖുൻ, അപ്പറഞ്ഞ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് സിദ്ദീഖല്ല, ആ സംഭവത്തിലാണ് സിദ്ദീഖായത്. അതുവരെ സിദ്ദീഖല്ല. അപ്പോൾ പറഞ്ഞു, തുസദ്ദിഖുഹു, ഇങ്ങനെ മുഖദ്ദസിലും ആകാശത്തുമൊക്കെ ഒരു മനുഷ്യൻ കയറിപ്പോയി വന്നു എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് നീ അത് വിശ്വസിക്കുമോ സിദ്ദീഖേ? അപ്പോൾ പറഞ്ഞു, കൈഫലാ ഉസദ്ദിഖു വഖദ ഉസദ്ദിഖുഹു ബിഖബരിൻ യതീഹി മിനസ് സമാ. ആകാശത്തിന്റെ മുകളിൽ നിന്ന് എല്ലാ ദിവസവും ഈ മനുഷ്യന് വരുന്ന വാർത്തകൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം അവിടെ ഒന്ന് പോയി വന്നു എന്ന കാര്യം എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കും എന്ന് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തിലാണ് അബൂബക്കറിന് എന്ത് പേര് കിട്ടിയത്? സിദ്ദീഖ്. അത് പിന്നെ ശുഹദാക്കളെക്കാൾ വലിയ സ്ഥാനത്താക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? മുജാഹിദീനെ ഫീ സബീലിലേക്ക് കൊടുക്കുന്ന പദവിയേക്കാൾ വലിയ പദവിയാണ് ആർക്ക്? സിദ്ദീഖ്. സിദ്ദീഖ് വ്യക്തിപ്പേരല്ല, സ്ഥാനപ്പേരാണ്. സിദ്ദീഖിന് ആ സിദ്ദീഖ് നിറച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. ആ പോക്ക് കഴിഞ്ഞിട്ട് കൂട്ടുകാരന് സിദ്ദീഖ് എന്ന് പേരും കിട്ടി. ഇവിടുന്ന് പോയപ്പോൾ മാഉ സംസം കൊണ്ട് കഴുകിയിട്ട് ജിബ്രീൽ ഈ മനുഷ്യനെ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ എന്ത് ചെയ്തു? ഒന്ന് പറ. സിദ്ദീഖ് നിറച്ചു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇല്ലേ? ഇവിടുന്ന് പോയപ്പോൾ റസൂലുള്ളാഹിക്ക് മാഉ സംസം കൊണ്ട് കഴുകിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് സിദ്ദീഖ് നിറച്ചിട്ട് പോയിട്ട് ഇങ്ങനെ പോയി റൗണ്ട് ചെയ്ത് വന്നിട്ട് സ്വന്തം സ്നേഹിതന് എന്ത് പേര് കിട്ടി? സിദ്ദീഖ് എന്നാണ് പേര് കിട്ടി. സിദ്ദീഖും 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 എന്ന് പറയുന്നുണ്ട്. ഒരാളെ സിദ്ദീഖ് എന്നും ഒരാളെ സിദ്ദീഖ് എന്നും പറയുന്നുണ്ട്. ബുർദയിൽ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒരാൾ സിദ്ദീഖാണ്. സിദ്ദീഖ് ആരാ? സത്യം ആരാ? മുഹമ്മദ് നബിയാ. സത്യവാനാരാ? അബൂബക്കർ. മനസ്സിലായില്ല? സത്യം സത്യം പറഞ്ഞ് സത്യം ആയിട്ടുണ്ട് ആര്? മുഹമ്മദ് നബി. മുഹമ്മദ് നബി സിദ്ദീഖും മുഹമ്മദ് നബിയുടെ കൂട്ടുകാരൻ ആരാണ്? സിദ്ദീഖ്. എങ്ങനെ കിട്ടിയത്? പോകാൻ തുടങ്ങിയ